തൻ്റെ 78-ാം വയസ്സിൽ അജ്മാനിലെ അറബികളുടെ പ്രിയപ്പെട്ട ഇമാമായ ദാവൂദ് ഉസ്താദ് പടിയിറങ്ങുകയാണ് 50 വർഷത്തെ പ്രവാസത്തിന് ശേഷം. മനസ്സിൽ നിൽക്കുന്ന അനുഭവം ഈ അറബികളുടെ തന്നെയാണ്. അറബികൾ അത്ര വല്ല അവരെപ്പറ്റി പറയുമ്പോൾ സങ്കടം വരും. കാരണം അവർക്ക് യാതൊരു വലിപ്പച്ചെറുപ്പില്ല. 45 വർഷത്തിലേറെ അറബ് നാട്ടിൽ അറബികൾക്ക് ഇമാമ് നിന്ന ഒരു മലയാളി ഉസ്താദാണ് നമ്മോടൊപ്പം ഉള്ളത്. വളാഞ്ചേരി എടയൂർ സ്വദേശിയായ ദാവൂദ് ഉസ്താദ്. ദാവൂദ് ഉസ്താദിനെ എങ്ങനെയാണ് ഈ അജ്മാനിലെ അറബികൾ സ്വീകരിച്ചത്? അവർ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവർ സ്വീകരിച്ചത്. ഞാൻ ആദ്യമായിട്ട് വന്നത് പള്ളി ഇമാമായി വന്നത് മനാമയിലാണ്. അജ്മാൻ്റെ ഭാഗമായിട്ട് അജ്മാൻ്റെ ഭാഗത്തിലെ മനാമയിൽ. അവിടെ പിന്നെ പട്ടാള ക്യാമ്പാണുള്ളത്. അവിടെ കുറേ മലയാളികളുണ്ട്, ഫാമിലികളും. അങ്ങനെ അവരെ അതിന് ഒരു വർഷത്തോളം അങ്ങനെ അജ്മാൻ ഷെയ്ഖ് ഹുമൈദിൻ്റെ സെക്രട്ടറി ഷെയ്ഖ് അബ്ദുല്ലാമി റഹ്മുല്ലാ നിസ്കാരം കണ്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട് ഇന്നെ ഹത്ത ഒമാൻ ബോർഡർ അവിടെ അജ്മാൻ കുറച്ച് സ്ഥലമുണ്ട്, മസ്ഫൂത്ത്, മുസൈറ, സുബൈഗ എന്ന് പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട് ഒമാൻ്റെ ബോർഡറിൽ. അദ്ദേഹം അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം എന്നെ മനാമേന്ന് അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഒരു 12 വർഷക്കാലം അവിടെ നിന്ന്. പിന്നെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടായി, കുട്ടികളെ പഠിപ്പിക്കാനും ഇതിനൊക്കെ അവിടെ സൗകര്യമില്ല. അവിടെ അതൊക്കെ ഡെവലപ്പായിട്ട് വരണുള്ളൂ. പിന്നെ പഠിപ്പിക്കാൻ ദുബായിൽ വരണം. അപ്പോൾ അതിന് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇപ്പോഴത്തെ മാതിരി അന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ മുദീറിനോട് പറഞ്ഞ് ഷെയ്ഖ് അലി ആണ് അന്നത്തെ മുദീർ. നല്ല മനുഷ്യനാണ്. അദ്ദേഹം എപ്പോഴും ഉണ്ട്. ഇപ്പോൾ സൂര്യ കിടക്കാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ വളരെ നല്ല സൗഹൃദത്തോടു കൂടി എന്നോട് ഇതാവില്ല. അങ്ങനെ ഞാൻ മുദീറിനോട് ഷെയ്ഖ് അലിനോട് പറഞ്ഞ് ഇങ്ങനെ സൗകര്യങ്ങളുണ്ട് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ കൊണ്ടുവന്നതാണ് നമ്മളെ പിന്നെ അഖിൽ വായതുള്ള പള്ളി. മൊത്തം 50 വർഷമാണ് ദാവൂദ് ഉസ്താദിനുള്ളത്. അതിൽ 45 വർഷത്തോളം ഈ പറഞ്ഞ പോലെ അറബികൾക്ക് ഇമാമ് തന്നു. ഇപ്പോൾ 78-ാം വയസ്സിലാണ് പ്രവാസത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. എന്തായാലും അജ്മാനിൽ തന്നെ കൂടാനാണ് തീരുമാനം? അജ്മാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് സീസണാണ്. പെട്ടെന്ന് നാട്ടിലാണെങ്കിൽ ചൂട് സമയമാണ് റമദാന്. അപ്പോൾ പെട്ടെന്ന് ഇതാകുമ്പോൾ ഞങ്ങൾക്ക് താങ്ങൂല. അതുകൊണ്ട് നോമ്പ് കഴിഞ്ഞിട്ട് പോകാന്നുള്ള നിലക്കാണ്. ഔക്കാഫിൻ്റെ വിസ ഒക്കെ ക്യാൻസലാക്കി. ഇപ്പോൾ വേറെ വിസ എടുത്ത് ഇവിടെ ശരിയാക്കി. ഇപ്പോൾ ഒരു ഇമാമിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ കൃത്യനിഷ്ഠ പാലിക്കേണ്ട ജീവിതമാണല്ലോ. കാരണം എല്ലാ സമയത്തും അവിടെ പള്ളിയിലുണ്ടാവണം. അപ്പോൾ എങ്ങനെ ഈ ഗൾഫൊക്കെ ആസ്വദിക്കാനും ഇതിനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ? അതാണ്, ഗൾഫ് ആസ്വദിക്കാൻ എനിക്ക് വളരെ തുള്ളവ് കിട്ടിയിട്ടുള്ളൂ. കാരണം 5 നേരം പള്ളിയിൽ വേണം. അതുകൊണ്ട് മക്കളെല്ലാവരും പോവും. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ അജ്മാൻ വന്ന ശേഷമാണ് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോവും. ആഴ്ചയിൽ 2 വക്ത് ലീവ് എടുക്കാം വേറെ ആളാക്കിയിട്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ അടുത്തൊക്കെ പോയി കുട്ടികളൊക്കെ പോയി നടന്ന് കാണാം. അതാണ് അറബിയിലെ അറിവ് എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ ഇവിടെ പറ്റിയിട്ടുണ്ട്. അതുമായി പെട്ട അറബികളോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഞാൻ ആദ്യം അറബികളെ വെറും ബതുക്കലടിയിലാണ് ഞാൻ ഉണ്ടായത്. ഒമാൻ്റെ ബോർഡർ ഹത്തയിൽ സുബൈഗ എന്ന സ്ഥലത്ത് വെറും ബതുക്കളായിരുന്നു. അവരെ കണ്ടിട്ടാണ് ഇസ്ലാമിൻ്റെ പ്രായോഗിക ജീവിതം ഞാൻ പഠിച്ചത്. മദ്രസയിൽ പോകാത്ത ബതുക്കളെ കണ്ടിട്ടാണ് ഇസ്ലാം എന്താണെന്ന് ഞാൻ പഠിച്ചത്. അറബികൾക്ക് പൊതുവെ അങ്ങനെയുള്ള വിവേചനങ്ങളൊന്നുമില്ല. അറബികൾക്ക് ഒരു വിവേചനമില്ല. ഏത് മതക്കാരനാണ്, ഏത് ജാതിയാണ്, ഒന്നുള്ള ഒരു വിവേചനമില്ല. മനുഷ്യൻ അവർ പറഞ്ഞ പണികളെല്ലാം നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അവരവിടെ മതം ജാതി ഒന്നും തന്നെ സ്വഭാവം തന്നെ അറബികൾക്കില്ല. ദാവൂദ് ഉസ്താദിൻ്റെ 50 വർഷം നീണ്ട പ്രവാസത്തിൽ 45 വർഷവും ഭാര്യ ബസീറ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സൗന്ദര്യം.
ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ സന്തോഷമല്ലേ. ജീവിക്കാൻ നല്ല സ്ഥലം, അറബികളൊക്കെ നല്ല സ്വഭാവം. ഞങ്ങളൊരു വർഷം തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അറബികൾ എന്ന് വന്ന് ഇന്നെ വിളിക്കാൻ വരും. ഒരു അറബി സ്ത്രീനെ ഹാത്ത എന്താ ഹാത്താന്ന് എനിക്കറിയില്ല. ഹാത്ത തായല അതെന്താണ് ഹാത്താന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ വന്നിട്ട് വിളിച്ചിട്ട് എന്നും ഭക്ഷണം തരും. എന്താ വേണ്ടത് ചെന്നാൽ ചോദിക്കുക കണക്ക് എന്താ വേണ്ടത് നമുക്ക് പറയാൻ നമുക്ക് അത്ര അറിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും. അപ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കി അവർ അതാണ് അവനെ കൊടുത്തു തരും. അന്ന് അറബി അങ്ങനെ സംസാരിക്കാൻ, പിന്നെ അറബി സംസാരിക്കാനും അറിയുന്നു. അങ്ങനെയൊക്കെ നല്ല സ്നേഹമുള്ള മനുഷ്യന്മാർ, നല്ല ആൾക്കാരുമാണ്. അതുകൊണ്ട് നമുക്ക് അവരെ ഒരിക്കലും ഞങ്ങളിപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ പോകലുണ്ട് അവിടേക്ക്. നല്ല സ്വഭാവം, നല്ല സ്നേഹം. എപ്പോഴും വിളിക്കും അവർ, നിങ്ങൾ വരും. പിന്നെ അത്തേർക്കൊക്കെ പോകണ്ടേ, ഞാൻ മടിയാട്ടോ അധികം പോകാൻ. അങ്ങനെയൊക്കെയാണ്. UAE രാഷ്ട്രപിതാവിനെ അതേപോലെ അജ്മാൻ ഭരണാധികാരിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാണാനും സലാം പറയാനും ഒക്കെ അവസരം അല്ലേന്ന് അജി അവിടെ വന്നിരുന്നത്. അപ്പോൾ പിന്നെ ഷെയ്ഖ് ഉബൈദിൻ്റെ കൂടെ 2 പ്രാവശ്യം ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടുന്ന് സുബൈഖയെന്ന് അജി അവിടെ വന്നിട്ട്. ഇമാമിൻ്റെ ജോലി അവസാനിപ്പിച്ചെങ്കിലും ദാവൂദ് ഉസ്താദും കുടുംബവും തൽക്കാലം നാട്ടിലേക്ക് മടങ്ങുന്നില്ല. ഈ റമദാനിലും എന്തായാലും ഇവിടെ തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം.